ട്രേഡിംഗിൽ സ്ഥിരമായി ലാഭമുണ്ടാക്കാൻ എല്ലാവർക്കും സാധിക്കണമെന്നില്ല. അതുകൊണ്ടാണ് ട്രേഡിംഗിൽ പരാജയപ്പെട്ട പലരും പിന്നീട് ട്രേഡിംഗിനെ ഒരു ഗാംബ്ലിംഗ് ആയോ അല്ലെങ്കിൽ ഒരു ഭാഗ്യ പരീക്ഷണമായോ ഒക്കെ വിശ്വസിക്കാൻ തുടങ്ങുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ പ്രശ്നം ട്രേഡിംഗ് അല്ല, അവർ എങ്ങനെ ട്രേഡിംഗിനെ സമീപിക്കുന്നു എന്ന രീതിയെ ആശ്രയിച്ചിരിക്കും. ട്രേഡിംഗ് ഈസ് ദ ഹാർഡസ്റ്റ് വേ ടു മേക്ക് ഈസി മണി എന്നൊരു പ്രശസ്തമായ കോട്ടുണ്ട്. ശരിയായ അറിവും അനുഭവവും റിസ്ക് മാനേജ്മെന്റും ഉണ്ടെങ്കിൽ ട്രേഡിംഗിനെ ഒരു മികച്ച വരുമാന മാർഗമാക്കി മാറ്റുവാൻ കഴിയും. വെൽക്കം ടു ഫിൻബർഗ് ഇൻസൈറ്റ്സ്. ദിസ് ഇസ് റൊണാൾഡ്. എന്തുകൊണ്ടാണ് ഇത്രയും ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്കും ട്രേഡിംഗിലേക്കുമൊക്കെ ആകർഷിതരാകുന്നത്? പ്രധാനമായും 4 കാരണങ്ങളാണ് അതിന് പിന്നിലുള്ളത്. അതിൽ ആദ്യത്തേത് ലോ ക്യാപിറ്റലാണ്, കുറഞ്ഞ മൂലധനം. നമുക്കറിയാം, ഒരു ചെറിയ ബിസിനസ് തുടങ്ങണമെങ്കിലും അതിന് ക്യാപിറ്റലായി ലക്ഷങ്ങൾ കരുതേണ്ടി വരും. പക്ഷെ ട്രേഡിംഗിൽ നമുക്കൊരു ചെറിയ ക്യാപിറ്റൽ വെച്ചും തുടങ്ങുവാൻ സാധിക്കും. രണ്ടാമത്തേത് ഫ്ലെക്സിബിലിറ്റിയാണ്. നമുക്ക് വീട്ടിലിരുന്നും യാത്ര ചെയ്യുമ്പോഴും ലോകത്തിന്റെ ഏത് കോണിലിരുന്നും വേണമെങ്കിലും ട്രേഡ് ചെയ്യുവാൻ സാധിക്കും. മൂന്നാമത്തേത് ലിക്വിഡിറ്റിയാണ്. നമ്മൾ സാധാരണ ഒരു ബിസിനസ്സിൽ മുടക്കിയ തുക തിരിച്ചു ലഭിക്കണമെങ്കിൽ വളരെ സമയമെടുത്തേക്കാം. പക്ഷെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ സെറ്റിൽമെന്റ് പ്രോസസ്സിന് ശേഷം ആവശ്യമുള്ളപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്കത് ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. നാലാമത്തെ ഫാക്ടർ ഗ്രോത്ത് പൊട്ടൻഷ്യലാണ്. നമ്മുടെ അറിവും അനുഭവവും വർദ്ധിക്കുന്നതിനനുസരിച്ചിട്ട് വളരാനുള്ള സാധ്യതയും വർദ്ധിക്കുകയാണ്. ഇവിടെയുള്ള ഒരു അഡ്വാൻറ്റേജ് എന്തെന്ന് ചോദിച്ചാൽ, സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയുമ്പോൾ പോലും നമ്മൾക്കതിന്റെ അവസരങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ്. ഇനി കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലെ കണക്കുകൾ നോക്കിയാൽ ഇന്ത്യയിൽ ട്രേഡിംഗിലും നിക്ഷേപത്തിലുമുള്ള ജനങ്ങളുടെ താല്പര്യം അതിവേഗം വർദ്ധിക്കുന്നതായി കാണാൻ കഴിയും. 2020 ഏകദേശം 4 കോടിയോളം മാത്രമായിരുന്നു ഇന്ത്യയിൽ ആകെയുള്ള ഡിമാറ്റ് അക്കൗണ്ടുകൾ. എന്നാൽ ഇന്ന് അത് 21 കോടിയിലധികമായി ഉയർന്നിരിക്കുന്നു. അതായത് 5-6 വർഷങ്ങൾക്കുള്ളിൽ 5 ഇരട്ടിയിലധികം വളർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് കൂടുതൽ ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നു എന്നുള്ളതിന്റെ ഒരു വ്യക്തമായ തെളിവ് കൂടിയാണ്. പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇത്രയും അധികം ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നത് നല്ല കാര്യമാണ്. പക്ഷെ അവരിൽ പലരും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നത് വേണ്ടത്ര അറിവില്ലാതെയാണ്. അതുകൊണ്ട് തന്നെ പലവിധമായ മാനിപ്പുലേഷനുകൾക്കും അതുപോലെ സാമ്പത്തിക തട്ടിപ്പുകൾക്കുമൊക്കെ ഇരയാകാൻ സാധ്യത കൂടുകയാണ്. ഇവിടെയാണ് ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ പ്രാധാന്യവും വർദ്ധിക്കുന്നത്. ഇനി ഇതിന്റെ മറുവശം കൂടി അറിയണം. 2024 സെബി പുറത്തിറക്കിയ ഒരു പഠനമനുസരിച്ച് ഇക്വിറ്റി ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സെഗ്മെന്റിൽ ട്രേഡ് ചെയ്യുന്ന 10 പേരിൽ ഏകദേശം 9 പേരും നഷ്ടത്തിലാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് എല്ലാ തരത്തിലുള്ള ട്രേഡിങ്ങിനെ കുറിച്ചല്ല, പ്രധാനമായും ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സെഗ്മെന്റിനെ കുറിച്ചാണ്. എങ്കിലും പലരും പഠിക്കാതെ, റിസ്ക് മാനേജ്മെന്റ് മനസ്സിലാക്കാതെ, ഇമോഷൻസിന് അടിമപ്പെട്ട് തെറ്റായ തീരുമാനങ്ങളിലൂടെ ലോസ് വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. ട്രേഡിംഗിൽ സ്റ്റോപ്പ് ലോസ് പോലെയുള്ള ഓപ്ഷൻസ് ഉപയോഗിച്ച് നമുക്ക് നഷ്ടങ്ങൾ നിയന്ത്രിക്കാൻ കഴിയും. പക്ഷെ അതുകൊണ്ടൊന്നും ട്രേഡിംഗ് വളരെ എളുപ്പമാണെന്ന് കരുതരുത്. ട്രേഡിംഗിൽ വേണ്ടത്ര അറിവ് നേടാതെയും പ്രാക്ടീസ് ചെയ്യാതെയും ഒക്കെ റിയൽ മണി ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാൻ ഇറങ്ങിയാൽ നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ട്രേഡിങ്ങിനെ ഒരു ബിസിനസ് പോലെ സമീപിച്ച് അതിന്റെ റിസ്കുകളൊക്കെ മനസ്സിലാക്കി പഠിച്ച ശേഷം മാത്രമേ ട്രേഡിങ്ങിന് ഇറങ്ങാവൂ. എല്ലാവരും ഒരേ രീതിയിലാണോ ട്രേഡ് ചെയ്യുന്നത്? അല്ല. ട്രേഡിംഗിൽ വിവിധ തരത്തിലുള്ള ട്രേഡിംഗ് സ്റ്റൈൽസ് ഉണ്ട്. ഇൻട്രാഡേ ട്രേഡിംഗ്, ഒരേ ദിവസം തന്നെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന രീതി. സ്വിംഗ് ട്രേഡിംഗ്, കുറച്ച് ദിവസങ്ങളോ അല്ലെങ്കിൽ ചില ആഴ്ചകളോ ഹോൾഡ് ചെയ്ത് ചെറിയ ട്രെൻഡ് ലക്ഷ്യമിടുന്ന രീതി. സ്കാൽപ്പിംഗ്, സെക്കൻഡുകളോ മിനിറ്റുകളോ മാത്രം നീളുന്ന വളരെ ചെറിയ പ്രൈസ് മൂവ്മെന്റിൽ നിന്ന് ലാഭം കണ്ടെത്താൻ ശ്രമിക്കുന്ന രീതി. പൊസിഷണൽ ട്രേഡിംഗ്, മാസങ്ങളോ വർഷങ്ങളോ ഹോൾഡ് ചെയ്ത് വലിയ ട്രെൻഡ് ലക്ഷ്യമിടുന്ന രീതി. ഇതുകൂടാതെ BTST, STBT തുടങ്ങിയ മറ്റ് സ്റ്റൈൽസ് ഓഫ് ട്രേഡിംഗും മാർക്കറ്റിലുണ്ട്. അവയെക്കുറിച്ചൊക്കെ മറ്റൊരു വീഡിയോയിൽ വിശദമായി സംസാരിക്കാം. ഇനി ഇത്രയും കേട്ടപ്പോൾ ഇതിൽ ഏത് സ്റ്റൈൽ ഓഫ് ട്രേഡിംഗ് ആണ് നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ എന്ന് ചിന്തിക്കുന്നുണ്ടോ? അതിന്റെ ഉത്തരമെന്ന് പറയുന്നത് നിങ്ങളുടെ റിസ്ക് കപ്പാസിറ്റി, നിങ്ങൾക്ക് മാർക്കറ്റിലേക്ക് മാറ്റിവെക്കാൻ കഴിയുന്ന സമയം, അതുപോലെ നിങ്ങളുടെ വ്യക്തിത്വം, ഇവ 3ഉം ആശ്രയിച്ചിരിക്കും. ലോകത്തിലെ ഏറ്റവും സക്സസ്ഫുൾ ഇൻവെസ്റ്റേഴ്സിൽ ഒരാളായ വാറൻ ബഫറ്റ് പറഞ്ഞ ഒരു പ്രശസ്തമായ വാചകമുണ്ട്: "ദ സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് ഡിസൈൻഡ് ടു ട്രാൻസ്ഫർ ദ മണി ഫ്രം ദ ആക്റ്റീവ് ടു ദ പേഷ്യന്റ്." ഈ വാക്കുകൾ അദ്ദേഹം ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷെ അതിലെ ക്ഷമയും അച്ചടക്കവും ട്രേഡിംഗിലും ഒരുപോലെ പ്രധാനമാണ്. എന്റെ അഭിപ്രായത്തിൽ സ്കൂൾ തലം മുതലേ പഠിപ്പിച്ചു തുടങ്ങേണ്ട ഒരു വിഷയമാണ് ഈ ഫിനാൻഷ്യൽ ലിറ്ററസിയും സ്റ്റോക്ക് മാർക്കറ്റും ഒക്കെ. ഡു യു എഗ്രി വിത്ത് ദാറ്റ്? നിങ്ങളിപ്പോൾ ട്രേഡിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണോ, അതോ ട്രേഡിംഗ് പഠിച്ചു തുടങ്ങുന്ന ആളാണോ? കമന്റിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഫിൻബർഗ് ഇൻസൈറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺഡ്.